ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 58 വന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ് ആയിരുന്നത് ജിൻഡോ ജാസ്മിൻ തമ്മിലുള്ള അടി തന്നെയായിരുന്നു. അപ്പോൾ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം എല്ലാ സോഷ്യൽ മീഡിയയിലും തരംഗമായി പോയൊരു പ്രോമോ തന്നെയായിരുന്നു ആ ഒരു അടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ലൈവ് കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയാം. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തത് ജാസ്മിൻ്റെ ഫാൻസാണോ PR ടീമാണോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒരുപാട് പേര് ഭയങ്കര ഹൈപ്പ് ജാസ്മിൻ ജിൻഡോയെ മലത്തി അടിച്ചു, ജാസ്മിൻ ജിൻഡോയെ ഉത്തരം മുട്ടിച്ചു, ജാസ്മിൻ ജിൻഡോയെ എണീപ്പിച്ച് വിട്ടു, അതൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാനും വിചാരിച്ചു, എനിക്ക് ലൈവിൽ ഈ ഒരു ഭാഗം കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഞാനും വിചാരിച്ചു അങ്ങനെ വല്ല സംഭവിച്ചോന്ന് ചോദിച്ചു. ഞാൻ എപ്പിസോഡിലാണ് ഞാൻ ഈ ഒരു സംഭവം കറക്റ്റായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ അവിടെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പ്രേക്ഷകർ ഓരോരുത്തരും പറയുന്നത് പോലെ കറക്റ്റായിട്ട് അവിടെ വിളിച്ചു പറയുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ പുള്ളി അതിൻ്റെ അതുപോലെ മാനത്ത് നോക്കി കാണുന്നതാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് നമ്മളെന്ത് പറഞ്ഞു ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ അതിൻ്റെ അകത്ത് പറയുന്നത്. അതാണ് ഈ ജിൻഡോ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ പ്രത്യേകത. പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് അതിൻ്റെ അകത്ത് കളിക്കുന്ന ഒരാളാണ് ജിൻഡോ. ആ ഹൗസിൽ ഒരാൾക്ക് പോലും ആ ഒരു കഴിവില്ല. കാരണം ബാക്കിയെല്ലാവരും ഒരുപാട് പേര് ഇമേജ് കോൺഷ്യസ് ആയിട്ടും അല്ലെങ്കിൽ കണ്ടന്റ് മാത്രം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലും അങ്ങനത്തെ പല രീതിയിൽ നിന്ന് പോകുന്ന ആളുകളുള്ളതിൻ്റെ ഇടയിൽ പ്രേക്ഷകരാണ് വോട്ട് ചെയ്യുന്നത്. പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് നിൽക്കണം, പ്രേക്ഷകരുടെ സപ്പോർട്ട് വേണമെന്ന് ഒരു അതായത് ഉറച്ച ബോധ്യത്തോടു കൂടി അതിൽ പോകുന്ന ഒരാളുള്ള ജിൻഡോ ആണ്. അത് ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു ഡയലോഗുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ക്ലിയർ കട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ജാസ്മിൻ അവിടെ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഗബ്രി അവിടെ നിൽക്കേണ്ടത്, ജാസ്മിനായിരുന്നു പോകേണ്ടത്. പിന്നെ നിൻ്റെ കൂടെ കൂടിയതുകൊണ്ടാണ് ഗബ്രി ഔട്ടായത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ജാസ്മിൻ്റെ ഒരു കാര്യം. ഈ ജാസ്മിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ കൊണ്ട് ഗുണമുണ്ട്, ഈ ഫാമിലി ഓഡിയൻസിന് ഒരു ഗുണമുണ്ട്. കാരണം എല്ലാവരും പറയുന്നത് ജാസ്മിനുള്ളതുകൊണ്ട് ഫാമിലി ഓഡിയൻസിന് ഈ ഷോ കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് നിലവാരമില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിനുള്ളതുകൊണ്ട് ഒരു യൂസ് ഉണ്ട്. കാരണം ഇപ്പോൾ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് മക്കളെ വളർത്തുമ്പോൾ അവർ കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു ഐക്കണാണ്. നീ ഭാവിയിൽ ഇതുപോലെ ആവരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയൊരു എക്സാമ്പിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതായത് ഒരു കുട്ടി ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ വളർന്നു വലുതാകുമ്പോൾ നീ ഭാവിയിൽ ഇതുപോലെ ആവരുത് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് ക്യാരക്ടറാണ് ജാസ്മിൻ. കാരണം അത്രയും നിലവാരമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു പ്രായമുള്ളൊരു മനുഷ്യനെ കയറിയാടാ നിന്നോട് അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേറ്റ് ആവുകയാണ്. അങ്ങനത്തെ രീതിയിൽ ഇൻ കേസ് ജാസ്മിൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് വിചാരിക്കട്ടെ, പക്ഷേ ഇങ്ങനത്തെ രീതിയിലാണ് ജാസ്മിൻ സംസാരിക്കുന്നതെങ്കിൽ ഒരു തരത്തിലും ജാസ്മിൻ അത് പോസിറ്റീവ് ആക്കാൻ പറ്റില്ല. കാരണം നെഗറ്റീവായിട്ടേ പോകുള്ളൂ. അത്രയ്ക്ക് തറ ലെവലിലാണ് സംസാരിക്കുന്നത്. പിന്നെ ജിൻഡോ എണീറ്റ് പോയി എന്ന് പറയുന്നൊരു കാര്യം, ജിൻഡോ എന്നല്ല ആരാണെങ്കിലും എണീറ്റ് പോയത് തന്നെയുള്ളൂ. എണീറ്റ് പോയില്ലെങ്കിലാണ് അവിടെ പ്രശ്നം. കാരണം അത്രയും തറ ലെവലിലോട്ട് ജാസ്മിൻ പോകും. ജാസ്മിനോട് സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല. കാരണം ഒരു ആൾക്കൊരു ലിമിറ്റ് ഉണ്ട്. അതായത് താഴെ ഇറങ്ങി ഒരു തറ ലെവലിലോട്ട് വരുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റും കഴിഞ്ഞ് താഴെ പോകുന്ന ഒരു ക്യാരക്ടറാണ് ജാസ്മിൻ്റെ. അപ്പോൾ ജാസ്മിൻ എനിക്ക് തോന്നുന്നു ജാസ്മിൻ ചിലപ്പോൾ വളർന്നു വന്ന രീതിയൊക്കെ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ കണ്ടു വളർന്ന് വീട്ടിൽ കണ്ടതും അങ്ങനത്തെ ഒരു രീതിയിൽ വളർന്നു വന്ന അങ്ങനത്തെ ആളുകളോട് സംസാരിച്ച് വളർന്നു വന്ന ഒരാളായതുകൊണ്ടായിരിക്കും ജാസ്മിന് ചിലപ്പോൾ ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ ആ ഒരു തറ ലെവലിൽ നിന്ന് സംസാരിക്കാൻ ജിൻഡോക്ക് നല്ല ഒരാൾക്കും പറ്റില്ല. ആ ഹൗസിൽ ഇപ്പോൾ നിലവിലുള്ള ഒരാൾക്കും ജാസ്മിൻ്റെ അത്ര ഒരു ലെവലിൽ പോയി നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാനുള്ള ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജിൻഡോ ചെയ്ത പോലെ കാര്യങ്ങൾ പറയാനുള്ളത് പോയിന്റുകൾ എടുത്തിട്ട് അവിടെ നിന്ന് പോവുക. കൂടുതൽ അവിടെ ഇരുന്ന് നാറാൻ നിൽക്കരുത്. കാരണം ജാസ്മിനോട് സംസാരിച്ച ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മാറിപ്പോവും. അത്രയ്ക്ക് തറ ലെവലിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത്. അപ്പോൾ ജിൻഡോ അവിടെ നിന്ന് എണീറ്റ് പോയത് നല്ലതാണ്. ജിൻഡോ പറയാനുള്ള കാര്യങ്ങൾ പോയിന്റുകൾ എടുത്തിട്ടാണ് പോയത്. പക്ഷേ ജാസ്മിൻ്റെ സംസാരം എന്ന് വെച്ചാൽ ജാസ്മിൻ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് സംസാരത്തിൽ. ജിൻഡോയെ ഡോമിനേറ്റ് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ജാസ്മിൻ്റെ ഭാഗത്ത് പോയിന്റ്സ് ഇല്ല. ജാസ്മിൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ വേറെ തറ ലെവലിൽ ഒരുപാട് ഷൗട്ട് ചെയ്ത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് സംസാരിക്കുന്നതുകൊണ്ട് പുറമേ ദൂരെ നിന്ന് നമ്മൾ കാണുകയാണെങ്കിൽ ജാസ്മിനാണ് ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. പക്ഷേ അവിടെ ജിൻഡോ ചെയ്തതാണ് കറക്റ്റ്. അതായത് അവിടെ പറയേണ്ട കാര്യങ്ങൾ പോവുക. അല്ലാണ്ട് അവിടെ ഒപ്പം നിന്നിരുന്ന് അവളുടെ ഒപ്പം തറ ലെവലിലോട്ട് പോകരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് കറക്റ്റായിട്ട് ജിൻഡോ ചെയ്യുകയും ചെയ്തു. ജിൻഡോ കറക്റ്റായിട്ട് എന്തൊക്കെയാണ് പറയേണ്ടത്, നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രായത്തിൻ്റെ റെസ്പെക്റ്റ് പോലും കൊടുക്കാണ്ട് ഇത്രയും തറ ലെവലിൽ സംസാരിക്കുന്ന ആളോട് സംസാരിക്കുക. അതിലും ബീപ്പ് സൗണ്ടുകളായിരുന്നു കൂടുതൽ. എത്ര തവണ ബീപ്പ് സൗണ്ട് വന്നു. അപ്പോൾ അതെന്താണ് ജാസ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ലേ ഈ ബീപ്പ് സൗണ്ട്? എന്ന് വെച്ചാൽ നമുക്ക് ഒരു TV ഷോയിൽ കാണിക്കാൻ പറ്റാത്ത വാക്കുകൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടല്ലേ ബീപ്പ് സൗണ്ട് ഇടുന്നത്. അപ്പോൾ ഇത്രയും നേരം അത്രയും മോശം വാക്കുകൾ സംസാരിച്ച ജാസ്മിനെതിരെ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റിയില്ല? അത് പിന്നെ വിട്ടുകളയാം. പിന്നെ അവർ നിസ്സാര കാര്യമായിട്ട് ആർക്കും പരാതിയില്ലാത്തൊരു കാര്യം ഓക്കെ പോട്ടെ വിട്ടുകളയാം.
ജാസ്മിൻ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ വാക്കുകളായിരിക്കും നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. ജാസ്മിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ. ജാസ്മിൻ്റെ സംസാരത്തിൽ ബീപ്പ് സൗണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് ലെവലിലെ സംസാരമാണെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വിടാം. പിന്നെ എപ്പിസോഡിലോട്ട് വരികയാണെങ്കിൽ നന്ദനയുടെ ഗെയിം എടുത്ത് പറയണം. നന്ദനയുടെ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ചിന്തിച്ചത്. കാരണം ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഇടയിൽ നന്ദന അവിടെ ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചത് നന്ദന ലാലേട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹൗസിലോട്ട് കയറുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഓർമ്മ വന്നു. അതായത് ജാസ്മിൻ അകത്ത് കയറിയിട്ട് വലിച്ച് കയറി ഭിത്തി ഒട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് വന്ന ഒരാളാണ്. അങ്ങനെയാണ് ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞു വന്നത്. ഇന്ന് ഈ ജാസ്മിൻ ജിൻഡോ തമ്മിലുള്ള ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ കൂടെ ഞാനുണ്ടെന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞ ഈ ചിരിയാ വന്നത്. നന്ദന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് ഒരു നിലപാടില്ല എന്നുള്ളതിന് 100% തെളിവുകൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ വന്നത്. നന്ദന നല്ല രീതിയിൽ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജാസ്മിൻ്റെ ഒപ്പത്തിനൊപ്പം പിടിച്ച് നിന്ന് സംസാരിക്കാൻ ഉള്ള ഒരു നിലവാരം, ആ ഒരു നിലവാരം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിൽ ഹൗസിൽ നന്ദനക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം പവർ റൂമിൻ്റെ കാര്യം. അപ്പോൾ നമ്മുടെ ജിൻഡോന് പവർ റൂമിൻ്റെ പപ്പറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് കൊടുത്ത കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. കാരണം ഈ വീക്കിൽ ലാലേട്ടൻ അങ്ങനെ ഒരു അവാർഡ് കൊടുക്കുമോ ഇല്ലേ എന്ന് എനിക്കറിയണം. കാരണം ഇന്ന് പുതിയ പവർ റൂം വന്നിട്ട് ഒരൊറ്റ എപ്പിസോഡേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഹൗസിലുള്ള ആളുകൾക്കും കാണുന്നത് നമുക്ക് മനസ്സിലായി അവിടെ ആരാണ് കറക്റ്റായിട്ട് പപ്പറ്റായിട്ട് നിൽക്കുന്നതെന്ന്. കാരണം അൻസിബയുടെ പവർ റൂമിൻ്റെ പപ്പറ്റ് എന്നല്ല പറയണ്ട, അൻസിബയുടെ പപ്പറ്റായിട്ടാണ് അവിടെ നമ്മുടെ ഋഷി നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അൻസിബയുടെ ഒരു ഗെയിമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ പവർ റൂമിൽ കയറിയത് വളരെ തെറ്റായിട്ടുള്ളൊരു തീരുമാനമായി. കാരണം അൻസിബ ഒരു യൂസ്ലെസ് പ്ലെയർ ആണെന്നുള്ള ഇമേജിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കയറി വന്ന ഒരു സിറ്റുവേഷനിലാണ് അൻസിബ പവർ റൂമിൽ കയറിയിരിക്കുന്നത്. കാരണം അൻസിബക്ക് അവിടെ കളിക്കാൻ താല്പര്യമില്ലാണ്ട് നിന്നിട്ടും പ്രേക്ഷകരെ വോട്ട് കിട്ടിയ ഒരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് എവിക്ഷനിലും സേവ് ആയിട്ട് ആണ് അൻസിബ ഇപ്പോൾ ഇന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയേക്കുന്നത്. അവിടെ നിൽക്കുന്ന അൻസിബ പവർ റൂമിൽ കയറിയിട്ട് കാണിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് പ്രേക്ഷകർ ഇതുവരെ ചിന്തിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അൻസിബ കാണിച്ചുകൊണ്ടിരിക്കുക. അൻസിബ ക്ലിയർലി പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനായിട്ട് ഈ പവർ റൂം യൂസ് ചെയ്യുകയാണെന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും. കാരണം അൻസിബയുടെ ടാർഗറ്റ് ജാസ്മിൻ, സിജോ, അങ്ങനെ കുറച്ച് പേരാണ്. അപ്പോൾ ഇവരെയൊക്കെ നല്ല രീതിയിൽ നെഗറ്റീവ് ആക്കാന്നുള്ള രീതിയിൽ തന്നെയാണ്, അവരെ മാക്സിമം ടോർച്ചർ ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് അൻസിബ പ്ലാനുകൾ ഇറക്കുന്നത്. അതേപടി അത് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ഒരാളാണ് ഋഷി. അപ്പോൾ ഈ ഒരു പപ്പറ്റ് അവാർഡ് ഈ വീക്ക് കൊടുത്തില്ലെങ്കിൽ അതെന്തായാലും ചോദ്യം ചെയ്യണം. കാരണം ഇത്രയും വിസിബിളായിട്ടൊരു പപ്പറ്റ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഹൗസിലുള്ള ആളുകളോട് ലാലേട്ടൻ ആ വീക്കിൽ ജിൻഡോക്ക് പപ്പറ്റ് അവാർഡ് കൊടുത്ത വീക്കിൽ ഹൗസിലുള്ള ആളുകളെ കൊണ്ട് ലാലേട്ടനാണ് പറയിപ്പിക്കുന്നത് പപ്പറ്റായിട്ട് നിനക്ക് തോന്നിയോ, പപ്പറ്റായിട്ടൊന്നും തോന്നിയില്ല ലാലേട്ടൻ എന്നൊക്കെ പറയും. ഇല്ല പപ്പറ്റായിട്ട് നിനക്ക് തോന്നി എന്ന് പറഞ്ഞ് പറയിപ്പിച്ചതാണ് അവസാനം അവാർഡ് കൊടുത്തത്. അപ്പോൾ ഈ വീക്ക് ഈ ലെവലിലാണ് പോകുന്നതെങ്കിൽ ലാലേട്ടൻ ഏത് രീതിയിലുള്ള അവാർഡ് കൊടുക്കുമെന്ന് എനിക്കൊന്ന് കാണണം. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നോമിനേഷനിൽ നിന്ന് റസ്മിൻ രക്ഷപ്പെട്ടൊരു കാര്യമാണ് പറയേണ്ടത്. എത്ര തവണ ഈ നോമിനേഷനിൽ നിന്ന് ഈ പെണ്ണ് രക്ഷപ്പെട്ട് പോണത്, ഒരു തവണ പോലും നേരാവണ്ണം ഡയറക്റ്റ് നോമിനേഷനിൽ വന്ന് കിട്ടണില്ല എന്നുള്ളൊരു വിഷമമായിരുന്നു. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഈ വീക്കും കഴിഞ്ഞ വീക്ക് ക്യാപ്റ്റൻ, ഈ വീക്ക് പവർ റൂം, അതിന് മുന്നേ എത്ര തവണ പവർ റൂമിൽ കയറി, അതിന് മുന്നേ എത്ര തവണ ക്യാപ്റ്റനായി. ഇത് ഈ ഒരു ലെവലിൽ നോമിനേഷൻ വരാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിൻ്റെ അകത്ത് ഒരാവശ്യമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് എന്ന് തന്നെ പറയാം. കാരണം നെഗറ്റീവായിട്ട് ആണെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്, പോസിറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, സേഫ് ഗെയിമേഴ്സ് ഉണ്ട്, എല്ലാം സഹിക്കാം. ഒരു തരത്തിലും ഒരു കാറ്റഗറിയിലും പെടുത്താൻ പറ്റാത്ത ഈ റസ്മിൻ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് സത്യം പറഞ്ഞ് ഇറിറ്റേറ്റിംഗ് ആണ്. അത് ബിഗ് ബോസ് തന്നെ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ ഡയറക്റ്റ് എവിക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതിനൊന്ന് പുറത്താക്കുക. അല്ലാണ്ട് അത് പുറത്താവില്ല. അതൊരു എന്താ പറയുക, ഒരു മാൻഡ്രേക്ക് പിടിച്ച പോലെ ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അത് ഒഴിയാവാതെയാണത്. 100 ദിവസം കഴിഞ്ഞാലും അവിടെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നണില്ല. ചിലപ്പോൾ 100 ദിവസം കഴിഞ്ഞ് ആരെങ്കിലും ജയിച്ച് കപ്പും കൊണ്ട് പോയാലും അതിൻ്റെ അകത്ത് വല്ല ക്യാപ്റ്റനായിട്ടോ പവർ റൂമിലൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് ഈ ലെവലിൽ പോവുകയാണെങ്കിൽ. അത് എങ്ങനെ വന്നാലും പോവില്ല എന്നാണ്, ഒരു മാൻഡ്രേക്ക് തന്നെയാണ് അത്, ബിഗ് ബോസിൻ്റെ മാൻഡ്രേക്കാണത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ, അതായത് പ്ലസ് എപ്പിസോഡ് കണ്ടതിൽ എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്, നോറയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നോറയും ജാസ്മിനും തമ്മിലാണ് ഇഷ്യൂ അങ്ങ് ഹൈലൈറ്റ് ചെയ്തത്. പിന്നെ സിജോ കാര്യങ്ങളെല്ലാവരും കയറി നോറയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, പിന്നെ പവർ റൂമിൻ്റെ പപ്പറ്റായ ഋഷി വന്നിട്ട് നോറയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുന്ന ബക്കറ്റിൽ അലക്കുന്ന തുണി ഇട്ട് വെച്ചു. അതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ജിൻഡോ ആണ് നൈസായിട്ട് കയറി പൊട്ടിച്ചത്. ഈ സാധനം അവിടെ ആരാ വെച്ചത്, രാവിലെ തുടങ്ങിയോണ്ടിരിക്കുകയാണ്, ഇത് ഇനി എടുത്ത് മാറ്റില്ലെങ്കിൽ എടുത്ത് ഞാൻ കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഗുണ്ടായി സോണാന്നൊക്കെ ചോദിച്ചാൽ ഋഷി വരുന്നുണ്ടായിരുന്നു. ഗുണ്ടായി സോണാന്നൊക്കെ പറഞ്ഞ് നോക്കിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കലിപ്പിച്ച് ഋഷി. ജിൻഡോ ഒന്ന് ഊതിയാൽ പുറത്തു പോലെ എനിക്ക് ആ സമയത്ത് തോന്നുന്നത്. ജിൻഡോയെ പോലൊരു സെൽഫ് കൺട്രോളുള്ളൊരു മനുഷ്യരെയാണ്. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴേ പൊട്ടിത്തെറിച്ചേനെ. ഈ ചീളി പിള്ളേരൊക്കെ വന്നിട്ട് നമ്മുടെ മുന്നിൽ കിടന്ന് ഡയലോഗ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദേഷ്യം വരില്ലേ. ആ ഒരു കാര്യം തന്നെ എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ഈ നേരെ
നിവർന്ന് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത രീതിയിലാണ് ഋഷി അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഒരു എനർജി ഇല്ലാത്തൊരു ചെക്കൻ തന്നെ പറയാം. അങ്ങനത്തെ രീതിയിൽ നിൽക്കുന്ന ആള് ജിൻഡോടെയൊക്കെ പോയിട്ട് മാസ് ഡയലോഗ് അടിച്ചിട്ട് സ്ലോ മോഷനിലൊക്കെ നടന്നു പോകുന്നതാണ് സത്യം പറഞ്ഞാൽ അന്യായ കോമഡി ആയിരുന്നു. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നോറ ജാസ്മിൻ തമ്മിലുള്ള അടി. അപ്പോൾ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് ജാസ്മിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നാറുണ്ട്. കാരണം നോറയെ അവിടെ അടിച്ചിരുത്തണമെങ്കിൽ ജാസ്മിൻ തന്നെ വേണം. കാരണം വേറൊരാൾക്കും നോറയുടെ ഒപ്പം സംസാരിച്ചിരിക്കാൻ പറ്റില്ല. അതായത് ഭയങ്കര ഹൈ പിച്ചായിട്ടുള്ള വോയിസും നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള സംസാരവും ആയതുകൊണ്ട് തന്നെ നോറയുടെ ഒപ്പം സംസാരിച്ചിരിക്കാൻ ഒരാൾക്കും പറ്റില്ല. നോറ അവിടെ പൊട്ടിത്തെറിക്കാണ്ട് ചിരിച്ച് കളിച്ച് നിന്ന്. കാര്യം എന്താണ്, നോറയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. അതുകൊണ്ട് തന്നെ നോറയ്ക്ക് അവിടെ ചിരിച്ച് നിന്ന് നോറ എന്നിട്ട് പറയും ഞാൻ പ്രൊവോക്കായില്ല. പ്രൊവോക്കാവണ്ട, നോറയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. നോറയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലായിരുന്നെങ്കിൽ നോറ അവിടെ തിരിച്ചു മറിച്ച് ഇട്ടേനെ, നോറ പ്രശ്നം ഉണ്ടാക്കിയാണ്. പക്ഷേ നോറയ്ക്ക് പണിപാളി, നോറയുടെ ഭാഗത്തായിരുന്നു ഇഷ്യൂ. അപ്പോൾ അത് ജാസ്മിൻ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. ഇപ്പം തന്നെ മാറണം. അപ്പം തന്നെ ജാസ്മിൻ കുളിക്കാത്ത ജാസ്മിൻ കുളിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ജാസ്മിൻ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ജാസ്മിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യാൻ അടിപൊളിയാണ്. പക്ഷേ ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഇത്രയും വലിയ ഇഷ്യൂ ഒക്കെ അവിടെ ഉണ്ടായപ്പോഴും സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു ജിൻഡോ. തൊട്ടങ്ങി ഇട്ട് കൊടുത്തിട്ട് അങ്ങ് മാറിയിരുന്നു. ഇത് ജിൻഡോക്ക് പിടിക്കാൻ പറ്റിയൊരു കേസല്ല, പിള്ളേരുടെ കേസല്ല. വിട്ട് പിടിക്കാതെ പറഞ്ഞ് ജിൻഡോ അങ്ങ് മാറിപ്പോയി. തുടങ്ങി കൊടുത്തത് മാത്രമേ ഉള്ളൂ. കാരണം തുടങ്ങി വെച്ചിട്ടുണ്ട് മക്കളെ, ഇനി ബാക്കി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ വാഴം നോക്കി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. എനിക്കൊന്ന് ആ ഒരു സിറ്റുവേഷൻ പ്ലസ് എപ്പിസോഡിൽ നിന്ന് മാറ്റി മെയിൻ എപ്പിസോഡിൽ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. മെയിൻ എപ്പിസോഡിൽ കാര്യമായ കണ്ടന്റുകൾ ഈ നോമിനേഷൻ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ സേഫ് ഗെയിമായിട്ടിരിക്കുന്ന ശ്രീതു, പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ജാസ്മിൻ നോമിനേഷനിൽ വന്നില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ജാസ്മിനെ നോമിനേഷനിൽ ഇടാണ്ടിരിക്കണമെന്നാണ് നല്ലത്. കാരണം ജാസ്മിൻ എങ്ങനെയെങ്കിലും ഒക്കെ കയറി പോകും. ജാസ്മിന് വോട്ട് കിട്ടിയില്ലെങ്കിൽ ബിഗ് ബോസ് തള്ളി പിടിച്ച് അതിൻ്റെ അകത്തോട്ട് കയറ്റി വിടും. ജാസ്മിൻ ആയാലും നോറ ആയാലും എവിക്ഷനിൽ വന്ന ബിഗ് ബോസ് എന്തെങ്കിലും പണി കൊടുത്ത് ഇവരെ കയറ്റി വിടും എന്നുള്ളൊരു 100% ഉറപ്പാണ്. കാരണം ഏറ്റവും കുറവ് വോട്ട് ഉണ്ടായിട്ട് പോലും ഈ വീക്ക് എവിക്ഷൻ ക്യാൻസൽ ചെയ്ത് നോറയെ സേവ് ആക്കിയതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ രണ്ടുപേരെ എത്ര എവിക്ഷനിൽ വന്നാലും ഈ നോറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്കിൽ പോലും, ഒരു ഗെയിമിൽ ഒരു ടാസ്കിൽ പോലും നോറ ജയിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു ടാസ്കിൽ നോറ ഒറ്റയ്ക്ക് ജയിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു ടാസ്കിലും പറ്റില്ല. വെറുതെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരാളെ എന്തിനാണ് ഇത് ബിഗ് ബോസ് വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. പിന്നെ ഈ സീസൺ 6 ഒരു നിലവാരം വെച്ചിട്ട് ഇവരൊക്കെ തന്നെയാണ് നല്ലതെന്ന് പറയാം. കാരണം ഈ ശരണ്യ പോലെയുള്ള ശ്രീതു അങ്ങനെയുള്ള ആളുകളെ പോലെ വെറുതെ ഒരു കാര്യം അതിൻ്റെ തിരിക്കുന്നതിന് നല്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി നടക്കുന്നവരൊക്കെ തന്നെയാണ്. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാനുള്ള കണ്ടന്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ എന്തായാലും പുതിയ ഗസ്റ്റുകൾ വരാനുള്ളൂ. അപ്പോൾ നമ്മുടെ സാബുമോനും ശ്വേതാമേനോനാണ് വരുന്നത്. അപ്പോൾ സാബുമോൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ സീസൺ 6 കാണാറില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അകത്ത് കയറിയിട്ട് ഇനി സാബുമോൻ എന്തൊക്കെയാണ് വിളിച്ച് പറയാൻ പോകണമെന്ന് അറിയില്ല. ഒരു ഗസ്റ്റായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല ക്ലൂകൾ കൊടുക്കും. ഈ ഒരു ടാസ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡൗൺ ആയിട്ട് നിൽക്കുന്ന പലരും കയറി നിൽക്കുന്ന ആളുകൾ താഴെ പോകുന്നൊരു സിറ്റുവേഷൻ. കാരണം അവരുടെ അകത്തോട്ട് കയറ്റി വിടുമ്പോൾ തന്നെ അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ ബിഗ് ബോസിൻ്റെ ടീം കൊടുക്കുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ഡയറക്ഷൻ അവിടെ എന്തായാലും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ കൊടുക്കുന്ന ഡയറക്ഷനെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ അകത്തുള്ള ആളുകളുടെ ഒരു പ്രകമ്പനം നമുക്ക് കാണേണ്ടി വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതുവരെ ബൈ.